അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ സിസ്റ്റത്തിന് മുമ്പിൽ തന്നെ ഇരുത്തിക്കും അയാൾ. എന്നിട്ട് അയാൾ കള്ളു കുടിച്ചിട്ട് അവിടെ വന്നിട്ട് തൊട്ടപ്പുറത്തെ സിസ്റ്റത്തിൽ വന്നിരുന്നിട്ട് ഓരോ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഈ സംഭവം നടക്കുന്ന അന്ന് അവര് നാട്ടിൽ പോകേണ്ടി വന്നു അവർക്ക്. അതിലൊരാൾ ആന്ധ്ര, ഒരാൾ തമിഴ്നാടുമായിരുന്നു. അവർക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. ഉണ്ട്, ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പോൾ സ്റ്റാഫ് കുറവായിട്ടും അയാൾ അവർക്ക് ലീവ് കൊടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് പേടിയില്ല. അപ്പം പേടിയുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ റൂമിൽ കിടന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിൽ കിടന്ന മാസ്റ്റർ കാർഡ് വെച്ചിട്ട് അയാൾക്ക് ആക്സസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന കാരണം ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ വീട്ടിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു. എന്നും ഗെയിം കളിക്കുന്ന ഒരിതുണ്ടായിരുന്നു സമയം പോകാൻ. അങ്ങനെ BGMI കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂം ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടെ. ഞാൻ എന്നിട്ട് എണീറ്റപ്പോൾ തന്നെ ഇയാളെ കണ്ട. ഇയാൾ മാസ്ക് ഒക്കെ വെച്ച് കള്ളു കുടിച്ചിട്ട് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു. അത് ഇറങ്ങിയിരിക്കുക അയാളുടെ കണ്ണൊക്കെ. എന്നിട്ട് അയാളുടെ കയ്യിൽ മാസ്ക് ഉണ്ടായപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. അയാളെ പിടിവലിക്കിടയിൽ അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായ. എന്നിട്ട് അയാൾ ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട് എൻ്റെ ഫോൺ. എന്നിട്ട് വീണ്ടും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു, വട്ടം പിടിക്കാൻ വന്നു അയാൾ. വട്ടം പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ അയാളെ തള്ളി. ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി. താഴോട്ട് ചാടി കഴിഞ്ഞപ്പോൾ മറ്റേ റിയാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് വീണിട്ട് കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ എണീറ്റ് ഓടാന്ന് വിചാരിച്ചതാ ഞാൻ. എനിക്ക് വീണിട്ട് എൻ്റെ കൈമുട്ടൊക്കെ ഇവിടെ പൊട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇതായി കിടക്കുക, ഇങ്ങനെ എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്നെടുത്തുനിന്ന് വീണ്ടും കരഞ്ഞു. അപ്പോൾ അയാൾ വന്നിട്ട്, ആ റിയാസ് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ച് വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് നോക്കി. എന്നിട്ട് ഞാൻ ബഹളം വെച്ചപ്പോൾ വാ പൊത്തിയപ്പോൾ ഞാൻ കടി കൊടുത്തപ്പോൾ കൈ പെട്ടെന്ന് വലിച്ചു. അപ്പം തന്നെ ഒരു ചേട്ടൻ ആ ദൂരത്തുനിന്ന് ടോർച്ച് അടിച്ചിട്ട് എന്താന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഇയാൾ വേഗം എന്നെ വിട്ട് 3 പേര് ഇപ്പം വന്ന പോലെ നിന്നിട്ട് പറയാ, ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോൾ വീണയാന്ന്. ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒന്നാമത് എനിക്ക് പറയാൻ വേദന കൊണ്ട് പൊളയായിരുന്നു. അതുമല്ല എല്ലാം അയാളുടെ ആൾക്കാരാ. ഞാൻ പറഞ്ഞു എന്നെ വീണ്ടും ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ വണ്ടി എടുത്ത് വന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് KMCTയിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ അതിൻ്റെ അകത്ത് കയറ്റി വന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇവർ എന്നെ ഉപദ്രവിക്കാൻ വന്ന് എൻ്റെ ഫോണൊന്നും മേടിച്ചു തരണം, അതിൽ തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ അയാൾ അവിടെ കണ്ടിട്ടില്ല. പോലീസ് ആദ്യം എൻ്റെ അടുത്ത് വന്ന് നല്ല ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ആരോ പറഞ്ഞു FIR മാറ്റി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് നല്ല ഇതിലായിരുന്നു. അവരൊന്ന് കണ്ടതാ ഞാൻ അനുഭവിക്കുന്ന വേദന ഇതൊക്കെ. അത് കണ്ടിട്ടും അവർക്കത് മാറ്റി എഴുതാൻ തോന്നിയതിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ അയാൾ അത് കഴിഞ്ഞിട്ടും 2 ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം ഹോട്ടൽ സാധാ പോലെ തുറന്നു, സാധാ പോലെ എല്ലാവരും ജോലിക്ക്. തിങ്കളാഴ്ച എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ എൻ്റെ മാമൻ്റെ കയ്യിലായിരുന്നു. ആ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഫോൺ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ ഞാൻ എടുത്തപ്പോഴാ 2 മെസ്സേജ് ഡിലീറ്റും 1 മെസ്സേജ് അതിലുണ്ടായിരുന്നു, നിനക്കുള്ള ആദ്യത്തെ ഡോസാന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ ICUവിൽ കിടക്കുക. ആ സമയത്ത് അയാൾ ഇത് അയക്കുന്നത്. ആ സമയത്ത് അയാൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ. ഈ പെൺകുട്ടിയുടെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്, വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഹോട്ടൽ ഉടമയും മറ്റു 2 പേരും അവിടേക്ക് എത്തിയത് എന്നത്. സമയം പോവാൻ ഗെയിം കളിക്കാറുണ്ടായിരുന്നു. അത് സ്ക്രീൻ റെക്കോർഡാണെന്നാണ് കുട്ടി പറയുന്നത്. ആ സമയത്താണ് മൂവർ സംഘം അവിടേക്ക് എത്തുന്നത്. മൂവരും നന്നായിട്ട് മദ്യപിച്ചിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതല്ല ഏറെ സങ്കടം തോന്നിയത്. പെൺകുട്ടി മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് എടുത്തു ചാടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല പരിക്കുകളൊക്കെയുണ്ട്. കാലിനേറ്റ പരിക്ക് കാരണം എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. ആ വേദനയിൽ പുളയുമ്പോഴും ആ പെൺകുട്ടിയെ കാല് പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയ റിയാസ് എന്ന പന്ന, ഇയാളുടെയൊക്കെ ക്രൂര മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. പുറത്തുനിന്ന് മറ്റൊരാൾ വന്നതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ വെറുതെ വിട്ടത്. അല്ലാത്ത പക്ഷേ ഈ പെൺകുട്ടിയുടെ ശവം പോലും കിട്ടാൻ സാധ്യത കുറവാണ്. ഈ പെൺകുട്ടിക്ക് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ ഇവർക്കാവും. അതിന് തെളിവാണ് പോലീസുകാർ ഇവർക്ക് അനുകൂലമായി നിന്നിരുന്നു എന്നതിൻ്റെത്. KMCT ഹോസ്പിറ്റലിൽ വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോലീസുകാർ വന്ന് മൊഴിയെടുത്തിട്ടും ആ മൊഴിയിൽ തിരുത്തു വരുത്തി പ്രതികൾക്കൊപ്പം ആഘോഷിച്ച പോലീസുകാരാണ്.
അങ്ങനെയുള്ള പോലീസുകാർ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ പുറം ലോകം പോലും ഒന്നും അറിയില്ലായിരുന്നു. ഇരയായ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഹോട്ടലിനടുത്തും അതേപോലെ ആ പരിസരങ്ങളിലൊക്കെ പറഞ്ഞു പരുത്തുന്നത് മോശമായിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ ഒരാളുടെ മനസ്സ് എങ്ങോട്ടാ പോകുക എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ.